അധ്യക്ഷം വഹിക്കുന്നത് സംഘാടക സമിതി ചെയർമാനായ കെ ദാമോദരൻ അദ്ദേഹത്തെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ക്ലബിൻ്റെയും വായനശാലയുടെ ഏത് പരിപാടി വിളിച്ചാലും വളരെ സന്തോഷത്തോടെ പങ്കെടുക്കുന്ന നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അബ്ദുൽ സലാം ആശംസ പ്രസംഗനായി ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നൂന ഉദയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെയും ഉദയ ക്ലബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ജനകീയ MLA ബഹുമാനപ്പെട്ട രാജഗോപാലൻ അവരെ ക്ഷണിക്കുകയാണ്. ഒരു നാടിൻ്റെ സാംസ്കാരിക വെളിച്ചമാണ് വായനശാല. ഒരു ജനതയെ മുന്നോട്ട് നയിക്കാൻ ചെറുപ്പക്കാരായാലും വിദ്യാർത്ഥികളായാലും കുട്ടികളായാലും അവരെയെല്ലാം ദിശാബോധം നൽകി ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് നയിക്കാൻ, അവരിൽ വായനാശീലം വളർത്തിയെടുക്കാൻ, അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റി തീർക്കാൻ വായനശാലകളുടെയും ഗ്രന്ഥാലയങ്ങളുടെയും നിർണായകമായ ഇടപെടൽ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകത. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച സ്ഥാപനങ്ങളാണ് നിഷ്കളങ്കമായ ഗ്രാമഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളായാലും വായനശാല ഗ്രന്ഥാലയങ്ങളായാലും. ഒന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മയെ വീണ്ടെടുക്കാനും പരസ്പരം ഐക്യവും സ്നേഹവും ബഹുമാനവുമെല്ലാം നിലനിർത്താൻ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കെല്ലാം അതീതമായി മാനവികതയെ മുൻനിർത്തിയുള്ള കൂട്ടായ്മ ശാക്തീകരിക്കാനുമെല്ലാം വായനശാലകളുടെയും ക്ലബ്ബുകളുടെയും പ്രവർത്തനം വളരെ സഹായകമാണ്. എന്നാൽ വായനശാലകൾ അല്ലെങ്കിൽ വായന ഒരു കാലത്ത് വായന മരിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ സങ്കടത്തിലായിരുന്നു ആളുകൾ. അതിനു മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ അമ്മമാര് സഹോദരിമാരെല്ലാം നല്ലോണം വായിക്കുമായിരുന്നു. പക്ഷെ മകാരം വായിക്കുകയായിരുന്നു. മംഗളവും മനോരമയും പോലെയുള്ള വാരിക വരുന്നതിന് കാത്തുകിട്ടി ആ ആഴ്ച പറക്കുന്നത്, അങ്ങനെ ഒരു കാലമുണ്ടായി. പക്ഷെ എന്നാലും വായിക്കും. TV വന്നോ, ടെലിവിഷനും സീരിയലുകളും വന്നതോടുകൂടി വായന വഴിമാറിക്കും. അപ്പോൾ അമ്മമാരായാലും പുരുഷന്മാരായാലും സ്ത്രീകളായാലും അധിക സമയവും സീരിയലിലേക്ക് പോയി. കാലമേറെ മാറി. കുറേയും കൂടി ശാസ്ത്രം വികസിച്ച് ലോകം വിരൽത്തുമ്പിലായി നമ്മുടെ കയ്യിലെല്ലാം മൊബൈൽ ഫോൺ വന്നപ്പോൾ, കുട്ടികളെല്ലാം കമ്പ്യൂട്ടറൊക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ വായനയുടെ പുതിയ വഴി തുറക്കുകയായി. ഈ വായനയിൽ, ഇലക്ട്രോണിക് വായനയിൽ. ഒരുപക്ഷെ ചില കുട്ടികളും ചെറുപ്പക്കാരും പ്രിന്റ് മീഡിയയിൽ വായിക്കുന്നതിനേക്കാൾ മറ്റ് വായനകൾ നടത്തുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ തങ്ങളുടെ കയ്യിലെ മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് വായിക്കുന്നത്. പുലരിയെ വരവേൽക്കാൻ മണ്ണിന്റെ മക്കളെ, ഞാൻ ചിലപ്പോൾ കാലിടർ വീണേക്കാം, പക്ഷേ നിങ്ങൾക്ക് ആ ചുവന്ന സൂര്യോദയം കാണാൻ കഴിയുമെന്നാണ് AKGയുടെ ആഹ്വാനം. എന്ന് പറഞ്ഞാൽ അന്യന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന, ചൂഷണമില്ലാത്ത, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമില്ലാത്ത ഒരു സാമൂഹ്യ സംവിധാനം. അതിനെ വേണമെങ്കിൽ സോഷ്യലിസം എന്ന് പേര് വിളിക്കാം. അന്യം നിന്നുപോയ ഒരുപാട് ക്ലബ്ബുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. എന്നുവെച്ചാൽ മുമ്പേ നല്ല പ്രവർത്തനവും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ച ക്ലബ്ബുകൾ ഇപ്പോൾ പ്രവർത്തനവും കാര്യങ്ങളും ഇല്ലാതെ നമ്മുടെ വാർഡിനകത്ത് തന്നെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യൂർ ചീമേനി പഞ്ചായത്തിൻ്റെ അകത്തുമുണ്ട്. അതൊക്കെ പുനർജീവിച്ചുകൊണ്ട് നമ്മുടെ യുവജനത്തിൻ്റെ കൂട്ടായ്മ, നമ്മുടെ ഇപ്പോൾ രാജഗോപാലൻ സാർ പറഞ്ഞ പോലെ നമ്മുടെ മൊബൈലിലും അതുപോലെ തന്നെ മയക്കുമരുന്നിനും ഒക്കെ അടിമയാകുന്ന ഒരു സ്ഥിതി കാര്യങ്ങളൊക്കെ ചെറുപ്പക്കാരിൽ നിന്നും വന്നുവിടുന്ന ഈ സാഹചര്യത്തിൽ ഇതുപോലുള്ള ക്ലബ്ബുകളും നമ്മുടെ കൂട്ടായ്മകളും ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ആ കുട്ടികളെയൊക്കെ ആൾക്കാരെയൊക്കെ മോചിതരാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ക്ലബ്ബ് എന്ന രീതിയിൽ നമ്മൾ കാണുന്നത്. ആ രീതിയിൽ എല്ലാ പ്രദേശത്തും ക്ലബിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്തിക്കഴിഞ്ഞാൽ, കയ്യൂർ ചീമേനി പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഇടപെടലും നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയുള്ള ഒരു ഐക്യ കൂട്ടായ്മയാണ് ഈ ക്ലബ്ബ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ക്ലബിൻ്റെയും അതുപോലെ തന്നെ ഈ വായനശാലയുടെയും മുഴുവൻ പരിപാടികൾക്കും എന്നെ കൃത്യമായി ക്ഷണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ട്.
ഈ പരിപാടിയൊക്കെ ഒരു ത്യാഗത്തിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിലെ ഒരു കുഗ്രാമത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോവുകയാണ്. ആലപ്പുഴ ജില്ലയിലെ ഒരു കുഗ്രാമത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോവുകയാണ്. ആ കുഗ്രാമത്തിൽ നിന്ന് രാവിലെ ഒരു വീട്ടിൽ നിന്ന് തിങ്കളാഴ്ച രാവിലെ ഒരു വീട്ടിൽ നിന്ന് രാവിലെ ഒരു കാറ് പുറപ്പെടുകയാണ്. ആ കാറ് പുറപ്പെടുന്നത് കേരളത്തിന്റെ ഒരു വടക്കൻ ജില്ലയെ കേന്ദ്രമാക്കിക്കൊണ്ടാണ്. ഒരു വടക്കൻ ജില്ലയിലേക്കാണ് ആ കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാർ ഇങ്ങനെ പോയി ഇതാ അങ്ങനെ വയനാട് ജില്ലയുടെ ആസ്ഥാനമായിട്ടുള്ള കൽപ്പറ്റയിലേക്ക് എത്തി. കൽപ്പറ്റയില് അവിടെ ജില്ലാ കലക്ടറുടെ ഓഫീസുണ്ട്, ജില്ലാ കലക്ടറേറ്റ് ഉണ്ട്. ആ ജില്ലാ കലക്ടറേറ്റിലേക്ക് ഒരു കാർ ഇങ്ങനെ വരികയാണ്. ആ കാർ അവിടെ വന്നു നിന്നു. അവിടെ ജില്ലാ കലക്ടറുടെ കസേരയിൽ ഒരു പെൺകുട്ടി, ഒരു ചെറുപ്പക്കാരി വന്ന് ഇരിക്കുകയാണ്. ആ പെൺകുട്ടി അവിടെ വന്നിരുന്നു. അതേ വീട്ടിൽ നിന്ന് ഒരു 8 മണിയാകുമ്പോൾ വേറൊരു കാറും പുറപ്പെടുകയാണ്. ആ കാറ് പോയത് കൊല്ലം ജില്ലയുടെ കലക്ടറേറ്റിലേക്കാണ്. ആ കൊല്ലം ജില്ലയുടെ കലക്ടറേറ്റിലേക്ക് ആ പെൺകുട്ടി, അതും വേറൊരു പെൺകുട്ടിയാണ്, ഒരു തട്ടമിട്ട കുട്ടിയാണ്. അതേ വീട്ടിൽ തന്നെയാണ് പോകുന്നത്. ആ പെൺകുട്ടി അവിടെ പോയിട്ട് കൊല്ലം ജില്ലയുടെ കലക്ടറുടെ കസേരയിലിരിക്കുന്നു. അവളുടെ പേര് ഷൈന മോൾ എന്നാണ്. ആദ്യത്തെ പെൺകുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അതാ ആ വീട്ടിൽ നിന്ന് തന്നെ 8 കാലാവുമ്പോ വേറൊരു പെൺകുട്ടി, ഒരു ആൺകുട്ടിയാണ് പോകുന്നത്. ആ ആൺകുട്ടി അതേപോലെ ഒരു സർക്കാരിന്റെ കാറിൽ കയറുകയാണ്. ആ കാറ് പോകുന്നത് തിരുവനന്തപുരത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ കസേരയിലേക്കാണ്. ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പോകുന്നത്. അവന്റെ പേര് അക്ബർ എന്നാണ്. അക്ബർ പോയിട്ട് തിരുവനന്തപുരത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ കസേരയിൽ ഇരിക്കുകയാണ്. ഒരു വീട്ടിൽ നിന്നാണ് ഈ 3 മക്കളും പോയത്. എന്നെ പോലെ ഒരു സാധാരണ പ്രൈമറി സ്കൂളിലെ ഒരു അധ്യാപകനായിട്ടുള്ള ഒരാളുടെ മക്കളാണ് ഈ 3 ആളുകൾ. അമ്മ സാധാരണ ഒരു വീട്ടമ്മയാണ്. പക്ഷേ അവരൊന്നും ചെയ്തിട്ടില്ല. അവർ ചെയ്ത ഒരേ ഒരു കാര്യം, ഈ മക്കള് ഓരോരുത്തരും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും മികച്ച പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കയറോ അല്ലെങ്കിൽ 2 ഇടങ്ങഴിയോ അല്ലെങ്കിൽ ഊഞ്ഞാലോ പോലുള്ള കൃതികളെല്ലാം കൊടുത്തത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ദാമോദരൻ, നമ്മുടെ ഇന്നത്തെ ഈ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA ശ്രീ രാജഗോപാലൻ അവർകൾ, ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച വേണുമാഷ്, അതുപോലെ നമ്മുടെ മെമ്പർ സലാംച്ച, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, നാട്ടുകാരെ, ഉദയ വായനശാലാന്റെ ഗ്രന്ഥാലയം അതുപോലെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഈ ജനുവരി മാസം മുതൽ ഏപ്രിൽ വരെ നടക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ, ഈ പരിപാടികൾക്ക് ഉദയ വായനശാല വനിതാവേദിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. കലാ സാംസ്കാരിക മേഖലകളിൽ 4 പതിറ്റാണ്ടോളം കാലമായി പ്രവർത്തിക്കുന്ന ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും 3 പതിറ്റാണ്ടോളം കാലമായി പ്രവർത്തിക്കുന്ന ഉദയ വായനശാല ആഭിമുഖ്യത്തിൽ നടക്കുന്ന വാർഷിക ആഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 4 മാസത്തോളം കാലമാണ് ഈ ആഘോഷ പരിപാടികൾ നടന്നു വരുന്നത്. ഈ വാർഷിക ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം കർമ്മം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മുടെ ഈ പ്രദേശത്തെ കലാകാരന്മാരുടെ കലാപരിപാടികൾ അരങ്ങേറാൻ വേണ്ടി പോവുകയാണ്. ഈ പരിപാടിയിൽ സഹകരിക്കുന്ന എല്ലാ നാട്ടുകാരെയും ഈ നന്ദി രേഖപ്പെടുന്നു. ഈ ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട തൃക്കരിപ്പൂർ MLA അവർകളാണ്. ഇങ്ങനെ ഒരു പരിപാടിക്ക് സംബന്ധിക്കണം എന്ന് സൂചിപ്പിച്ചാൽ തന്നെ യാതൊരുവിധ വൈമനസ്യവും കൂടാതെ അത് സ്വീകരിക്കുകയും കൃത്യസമയത്ത് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഉദ്ഘാടനകർ നിർവഹിക്കുകയും ചെയ്ത ശ്രീ രാജഗോപാലൻ അവർക്ക് സംഘാടന സമിതിയെ പേരിലും നമുക്കെല്ലാവർക്കും വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സംബന്ധിച്ച 13ാം വാർഡ് മെമ്പർ ശ്രീ അബ്ദുൽ സലാം DP അവർ നമ്മളെ എല്ലാ പരിപാടികളും അറിയിച്ച ഉടനെ നമ്മളോട് എല്ലാം പങ്കെടുക്കുകയും നല്ല സഹകരണത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിനും സംഘാടക സമിതി പേരിലും നാട്ടുകാരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കോസ്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശ്രീ വേണുഗോപാലൻ മാഷ് നമ്മുടെ ഏത് പരിപാടി സംഘടിപ്പിച്ചാലും ആ പരിപാടിയിൽ ഓടിയെത്തി പങ്കെടുക്കുകയും നമുക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ശ്രീ വേണുഗോപാലൻ മാഷക്കും
ഈ സ്വാഗത സംഘത്തിൻ്റെ പേരിലും നാട്ടുകാരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ആശംസ പ്രസംഗം നടത്തിയ വനിതാവേദി സെക്രട്ടറി ശ്രീ ഷീജയും സംഘാടക സമിതി പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ആഘോഷ പരിപാടിക്ക് പ്രശസ്തരായ പല വ്യക്തികളും ആശംസാ സന്ദേശം അറിയിച്ചിട്ടുണ്ട്. ആശംസാ സന്ദേശം അറിയിച്ച ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ പ്രസിദ്ധ സിനിമാ താരം ഉണ്ണി രാജ് ചെറുവത്തൂർ, പ്രസിദ്ധ സംവിധായകൻ സന്തോഷ് പുതുക്കുന്ന്, നാടൻപാട്ട് കലാകാരൻ സൗരേഷ് പള്ളിപ്പാറ, സാംസ്കാരിക പ്രവർത്തകൻ വിനോദ് ആലന്തട്ട, പ്രശസ്ത സിനിമാ താരം വീണ കൊടക്കാട് എന്നിവരും ആശംസ സന്ദേശം അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നിവിടെ അരങ്ങേറുന്ന നൃത്തം പരിശീലിപ്പിച്ചത് ശ്രീമതി ദീപികയാണ്. ഒരു മാസത്തോളം തുടർച്ചയായി 80ഓളം കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത്. ദീപ ടീച്ചർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ പരിപാടിക്ക് നോട്ടീസ് സ്പോൺസർ ചെയ്ത തിമിരി സർവീസ് സഹകരണ ബാങ്കിനും അതുപോലെ തന്നെ ഭരണസമിതിക്കും നന്ദി അറിയിക്കുന്നു. ഇവിടെ പ്രചരണ ബോർഡ് തന്ന് സഹകരിച്ച GNW ഏജൻസി ചെമ്പ്രകാനത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ശബ്ദവും വെളിച്ചവും തന്ന് നമ്മളെ സഹകരിക്കുന്ന ഫിനിക്സ് ആൽദട്ടക്കും നന്ദി രേഖപ്പെടുത്തുന്നു. റോഡിന് മുകളിൽ എത്രയും പെടുന്നതിന് താഴെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കണമെന്നറിയിക്കുന്നു.
Chora
നീലമുടി നേടി വന്ന പുരുഷാർത്ഥ സാധ്യത ഗംഗേ തുടിയിൽ ഉണരും പ്രകുട കേട്ട് തുയിലുണർന്നു പാടിയെന്റെ നടന മണ്ഡപം തുറന്നു ഗംഗേ ഓംകാരേശ്വര ശ്രീഹരി നരഹരി ഈ ലോകാത്മകനേ വൈകുണ്ഠേശ്വര നളിന നയന അലിയൂ മണിമയനേ സർവദുഃഖ ഭയനാശക പരകോടി വരമുത്തു വിതറി വേദാന്തനീ പ്രിയ കീർത്തനം നിരവാരമേഘമായി വിലസീത അളകനന്ദ ജല സംഗീതം ശ്രീഹരി നാമം കനക സൂര്യനിവനാണല്ലോ അതിരറിയാതി സ്നാനം ത്യാഗം മോക്ഷം പുണ്യം വൈകുണ്ഠം ഓംകാരേശ്വര ശ്രീഹരി നരഹരി ലോകാത്മകനേ വൈകുണ്ഠേശ്വര നളിന നയന അലിയൂ മണിമയനേ ഗണപതി തുണയരുളുക താണു വണങ്ങാം തകതിമി തക തക
ഡാൻസ് കൂടി പഠിച്ചിരുന്നാ നല്ലത്. ശരി, 1-2 സ്റ്റെപ്പ് എവിടെയെങ്കിലും സൊസൈറ്റി പോകുമ്പോൾ ഡാൻസ് അറിയാമോ എന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് ഡാൻസ് ചെയ്യണം. അതായത് ഇപ്പൊ പ്രവേശിച്ച് ചൊറി വന്നാൽ ചൊറിയുമല്ലോ, അത് മാതിരിയായിരിക്കും ഡാൻസ്. ഞാനിവിടെ ഇരുന്ന് എന്റെ പഴയ കാലം ഓർക്കുമായിരുന്നു. എന്തോരം പ്രേമായിരുന്നറിയാം എനിക്ക്. ഇഷ്ടം പോലെയായിരുന്നു. ഒരു ഗിരിജ, സരള, കുസുമം, പിന്നെ ഒരു മുസ്ലിം പെണ്ണുണ്ടായിരുന്നു, ഒരു ഫാത്തിമ, ഒരു ക്രിസ്ത്യൻ പെണ്ണുണ്ടായിരുന്നു. അതിന്റെ ആങ്ങളെയും തന്തയും വന്ന് എന്നെ കുരിശി കയറ്റുന്നു വിചാരിച്ചപ്പോ ആ പ്രണയം ഞാനങ്ങ്